ഹലോ. അപ്പോൾ ദേ ഞങ്ങൾക്കിന്ന് കറിക്കിന്ന് കിട്ടിയത് അയിലായിരുന്നു. അപ്പോൾ ഞാൻ ദേ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ച് ഇതേന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ തേങ്ങയൊക്കെ നന്നായിട്ട് നല്ല അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളർ കണ്ട് പേടിക്കണ്ട കേട്ടോ, അത് മഞ്ഞ കളർ ലൈറ്റിൻ്റെ എന്തോ പ്രശ്നമാണ്, അല്ലാണ്ട് മഞ്ഞൾപ്പൊടി കൂടിയതല്ല കേട്ടോ. അപ്പോൾ അത് ഇഞ്ചി പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞത് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും കൂടി വെള്ളം കൂടി ആ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത്, ഉപ്പല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണയും ഉപ്പും പിന്നെ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടൊന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാം, സവാള ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചാണ്. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടി വൃത്തിയാക്കി വെച്ചേക്കണം മീനെടുത്ത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അവിടെ നിന്ന് തിളക്കട്ടെ. വെള്ളമൊക്കെ ഇതേ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് തിള വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുക്കാനുള്ളത് 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്മി ഞാനത് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ അതേ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ വറുക്കാനുള്ളതൊക്കെ പുരട്ടിയത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും കൂടി പൊടിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയില മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയില വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി ഒന്ന് നോക്കാം. അപ്പോൾ മീൻകറി നമ്മുടെ ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയിലക്കറിയുടെ ചാറൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത്. അപ്പോൾ നമ്മുടെ അയിലക്കറി തേങ്ങ അരച്ച് വെച്ച അയിലക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.